എന്നാ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കാമോടാ? നീ സൈക്കിളിൽ നിന്നിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്കല്ലെന്ന്, ഞാൻ കുളിക്കാൻ പോണ്. ആണോ? ആ ആശിക്കാനായിട്ട് രാവിലെ ഇവന് എന്തിന്റെ അസുഖമാണ് എന്റെ സൈക്കിളിൽ കയറി തന്നെ ബസ് സ്റ്റോപ്പിൽ പോകണമെന്ന്. ഓരോരോ നീ എന്തിനാണ് എന്റെ പുറകോടി വരണേ? എന്താണ്, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? കാര്യം പറ. എടാ ഞാൻ കടവിൽ കുളിക്കാൻ പോടാ. കുളിക്കാൻ പോണേ എന്തിനാണ് നിന്റെ മുഖത്ത് ഇത്ര വെപ്രാളം? എടാ എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ശാന്ത, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ, നീ കാര്യം പറടാ. എന്റെ റൂഡോ, നീ നിന്റെ പാട് നോക്കി പോ. ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ഞാൻ കുളിക്കാൻ പോണെന്ന്. എടാ നീ എന്തിനാ എന്റെ പുറകെ? നീ നിന്റെ പാട് നോക്കി പോടാ. എടാ എനിക്ക് കടവിലൊന്ന് കുളിക്കണം. എന്തിയേ? അപ്പൊ നീയല്ലേ പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ പോകണം, ബസ് സ്റ്റോപ്പിൽ പോകണം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. അത് ചോദിക്കാൻ നീ ആരാ? എനിക്ക് പല സമയത്തെ പല തോന്നലായിരിക്കും. നിനക്കെന്താ വല്ല പ്രാന്തണ്ടാ? കടവിൽ കുളിക്കാൻ പോണേ എന്തിനാ ഇതുവഴി ചാടി ഓടണ? ഏത് വഴി ചാടി ഓടണമെന്ന് ഞാൻ തീരുമാനിച്ചോളടാ. എടാ എനിക്കൊരു നല്ല കാലം വരുമ്പോ എന്നും കഷ്ടകാലമായിട്ട് നീ എന്റെ പുറകെ ഉണ്ടാവുമല്ലടാ. എന്താ നിന്റെ നല്ല കാലമെന്ന് നീ എന്നോടുകൂടി പറ. അങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് നീ നല്ല കാലം സൂഹിക്കണ്ട കേട്ടാ. കാര്യം എന്താന്ന് എന്നോടുകൂടി പറഞ്ഞാ ഞാൻ പോയിക്കോളാം. ലീസറെ ഭർത്താവ് കുളിക്കടവിലെത്തണേക്ക് മുമ്പ് എനിക്ക് കുളിക്കടവിലെത്തണം. അയ്യേ എന്തയ്യേ? എടാ ലീസി കടവിൽ കുളിച്ചോണ്ടിരുന്നപ്പോൾ അവളുടെ 5 പവന്റെ മാല കടവിൽ മിസ്സായി. അവളത് വീട്ടിലൊന്ന് കെട്ടിയനോട് വിളിച്ചു പറയണത് ഞാൻ കേട്ട്. അയാൾ ജോലി സ്ഥലത്ത് നിന്ന് കടവിലെത്തി ആ മാല തപ്പിയെടുക്കണ മുമ്പ് എനിക്ക് കടവിലെത്തണം. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഇപ്പൊ കൊടുത്ത നല്ല വില കിട്ടും. അതേ മാല ഈ കടവിലുണ്ടെന്ന് പറഞ്ഞത് ഞാനാണ്. അപ്പം മാല ആർക്ക് കിട്ടിയാലും 75% എനിക്ക് തരണം. അതെ, മാല ആർക്ക് കിട്ടുന്നോ അവന് 75%. എനിക്കാണ് കിട്ടണമെങ്കിൽ 25% എനിക്ക്. ഓക്കെ? ലിസി വരുന്നുട്ടാ. അയ്യോ ദേ, ഒരു കാരണവശാലും നമ്മൾ ഈ കടവിൽ നിന്ന് മാറിക്കൊടുക്കരുത്. നമ്മളോട് മാറാൻ പറയും. പറഞ്ഞേട്ടാ. ആ ഇതാര് ശാന്തനോ? റുഡോയും ഉണ്ടല്ലോ കൂടെ. എന്താണ് പതിവില്ലാതെ കടവിലൊരു കുളി? പുള്ളിക്കാരത്തിയുടെ മാല പോയില്ലേ? പുള്ളിക്കാരത്തിയുടെ മുഖത്തൊരു വിഷമമില്ലല്ലോ. മാല പോയി. ലിസിയുടെ കഴുത്തിലേക്ക് നോക്കിയ മാല ഉണ്ടാന്ന്. എന്നാ വല്ല റോഡ് ഗോൾഡിൻ്റെ മാലയിരിക്കും. പിന്നെ റോഡ് ഗോൾഡ് എനിക്കറിയാവുന്ന സ്വർണ്ണ മാലയാണ്. മാങ്ങാത്തൊലിയാ. എടാ മാല പോയെങ്കിൽ പുള്ളിക്കാരത്തിൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു വിഷമം വരണ്ടേ? ലിസി, ലിസിയുടെ മാല പോയിന്ന് പറഞ്ഞു. ആ അതേടാ, 5 പവന്റെ മാലയായിരുന്നു. ജോലിക്ക് പോയ ചേട്ടനെ പിന്നെ ഞാൻ വിളിച്ചു വരുത്തിയേ. പിന്നെ പൊട്ടാറായി കിടക്കണ ആയിരുന്നു മാല.
ഭാഗ്യത്തിന് ഞാൻ ഇന്ന് വീട്ടിലെ ബാത്റൂമിലാണ് കുളിച്ചത്. ഞാൻ നോക്കുമ്പോ ബാത്റൂമിലെ ഓസിനകത്ത് വീണ് കിടക്കുന്നു. ഇവിടെ എങ്ങാനും കുളിച്ചോണ്ടിരിക്കുമ്പോഴാ പോയിരുന്നെങ്കിലോ? നീ എവിടെ മനുഷ്യന്റെ ജോലിയും കളഞ്ഞ അവന്റെ